SFIO ആവശ്യപ്പെടുന്ന രേഖകളെല്ലാം എക്സാലോജിക്ക് നൽകണമെന്ന കർണാടക ഹൈക്കോടതിയുടെ നിർദ്ദേശമുണ്ടായിരിക്കുന്നു. SFIO അന്വേഷണം റദ്ദാക്കണമെന്നാവശ്യപ്പെട്ട് എക്സാലോജിക്ക് നൽകിയ ഹർജിയിലാണ് നിർദ്ദേശം. വിവരങ്ങളുമായി ജിജീഷ് കരുണാകരൻ ചേരുന്നുണ്ട്. ജിജീഷ്, ഇപ്പോൾ കർണാടക ഹൈക്കോടതിയുടെ നിരീക്ഷണം എന്തൊക്കെയാണ് വ്യക്തമാക്കുന്നത്? മഞ്ജുഷ, സേവനമില്ലാതെ 1,72,00,000 രൂപ എക്സാലോജിക്കിന് നൽകിയതായി കണ്ടെത്തി എന്ന് SFIO കോടതിയിൽ വ്യക്തമാക്കുന്നു. എക്സാലോജിക് സേവനങ്ങളൊന്നും നൽകിയിട്ടില്ല എന്നും രാഷ്ട്രീയക്കാർക്ക് CMRL 135 കോടി നൽകിയെന്ന് കണ്ടെത്തിയെന്നുമാണ് SFIO കോടതിയിൽ ചൂണ്ടിക്കാണിച്ചിരിക്കുന്നത്. CMRLന്റെ ചില സാമ്പത്തിക ഇടപാടുകൾ ദുരൂഹമാണ് എന്നും SFIO ചൂണ്ടിക്കാണിക്കുന്നു. അന്വേഷണത്തിന് ഉത്തരവിടും മുമ്പ് എക്സാലോജിക്കിനെ കേൾക്കേണ്ടതില്ല, അങ്ങനെയാണ് സാധാരണ നിലയിൽ അന്വേഷണവുമായി മുന്നോട്ട് പോകാറുള്ളത് എന്ന കാര്യമാണ് ഇവിടെ SFIO ചൂണ്ടിക്കാണിക്കുന്നത്. അറസ്റ്റിന് ഉദ്ദേശമുണ്ടോ എന്ന കോടതിയുടെ ചോദ്യത്തിന് തൽക്കാലം നോട്ടീസ് മാത്രമേ നൽകിയിട്ടുള്ളൂ എന്നും SFIO പറയുന്നു. എന്നാൽ പൂർണ്ണമായും തന്നെ അറസ്റ്റ് സാധ്യതകൾ ഇല്ല എന്ന് SFIO ഇവിടെ ചൂണ്ടിക്കാണിക്കുന്നില്ല. പകരം ചോദ്യം തൽക്കാലം നോട്ടീസ് മാത്രം നൽകുന്നു എന്ന കാര്യം കൂടി വ്യക്തമാക്കുന്നു. അന്വേഷണം റദ്ദാക്കണമെന്ന എക്സാലോജിക്കിന്റെ ഹർജി വിധി പറയാൻ വേണ്ടി കർണാടക ഹൈക്കോടതി മാറ്റുകയും ചെയ്തിരിക്കുന്നു. വിശദമായ ഒരു വിവരങ്ങൾ തന്നെയാണ് SFIO കോടതി അറിയിച്ചിരിക്കുന്നത്. SFIO അന്വേഷണത്തെ ചോദ്യം ചെയ്ത് എക്സാലോജിക് രജിസ്റ്റർ ഓഫ് കമ്പനീസ് അന്വേഷണം തുടരുന്നുണ്ടെന്നും കമ്പനി നിയമപ്രകാരം രജിസ്ട്രാർക്ക് അന്വേഷണം നടത്താമെന്ന വാദം CMRL ഇടപാടിന്റെ ആരോപണത്തിന് മറുപടി നൽകിയെന്നും എക്സാലോജിക്ക് പറയുന്നുണ്ട്. ഒപ്പം തന്നെ രജിസ്ട്രാർ ഓഫ് കമ്പനീസ് അന്വേഷണം എന്തായി എന്ന് കോടതി ചോദിക്കുകയും ചെയ്യുന്നുണ്ട്. അന്വേഷണ പുരോഗതി അറിയില്ല എന്നാണ് എക്സാലോജിക്ക് ഇവിടെ ചൂണ്ടിക്കാണിച്ചിരിക്കുന്നത്. ജനുവരി 30 കേന്ദ്രത്തിന് റിപ്പോർട്ട് സമർപ്പിച്ച് എന്ന ഒരു മറുപടി ഇതുമായി ബന്ധപ്പെട്ട് നൽകുകയും ചെയ്തിട്ടുണ്ട്. അങ്ങനെ വിശദമായി തന്നെ ഈ അന്വേഷണവുമായി കൃത്യമായി മുന്നോട്ട് പോകാൻ ആവശ്യപ്പെടുന്ന രേഖകൾ ഹാജരാക്കണമെന്ന ഒരു നിർദ്ദേശം തന്നെയാണ് എക്സാലോജിക്കിന് കോടതി നൽകിയിരിക്കുന്നത്. ജിജീഷ്, ഇപ്പോൾ എക്സാലോജിക്കിന്റെ വാദങ്ങൾ കേൾക്കേണ്ടതില്ല എന്ന് എടുത്തു പറയുന്നുണ്ട് കോടതിയുടെ നിരീക്ഷണത്തിൽ. അപ്പോൾ ഈ അന്വേഷണം, ഈ SFIയുടെ അന്വേഷണം ഇനി ഏത് രീതിയിലേക്കാകും? ഇതിന്റെ വിലയിരുത്തലുകൾ, കോടതിയുടെ നിരീക്ഷണങ്ങൾ എങ്ങനെയായിരിക്കും അന്വേഷണത്തെ ഇനി നേരിട്ട് ബാധിക്കുക? മഞ്ജുഷ, നിലവിലത്തെ സാഹചര്യത്തിൽ SFIOയ്ക്ക് അന്വേഷണവുമായി മുന്നോട്ട് പോകാൻ കഴിയും. നിലവിൽ അന്വേഷണത്തിന്റെ ഭാഗമായി SFIO നിരവധി പരിശോധനകൾ നടത്തിയിരുന്നു. എക്സാലോജിക്കുമായി ബന്ധപ്പെട്ട ആ പരിശോധനകളിലേക്കാണ് ഇനി പ്രധാനമായും കടക്കാനുള്ളത്. അനുബന്ധമായ സ്ഥാപനമായ എക്സാലോജിക്കിന്റെ ഓഹരി നിക്ഷേപങ്ങളുള്ള സംസ്ഥാന വ്യവസായ വികസന കോർപ്പറേഷനുമായി ബന്ധപ്പെട്ട് പരിശോധനകൾ നടത്തി. KSIDCയുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള പരിശോധനകൾ അന്വേഷണ സംഘം നടത്തിയിരുന്നു. ഒപ്പം തന്നെ CMRLന്റെ കൊച്ചിയിലെ ഓഫീസിൽ പരിശോധന നടത്തി. ആലുവയിലുള്ള ഓഫീസിൽ നിന്നും നിരവധി രേഖകൾ അന്വേഷണ സംഘം പിടിച്ചെടുക്കുകയും ചെയ്തിട്ടുണ്ട്. ഇത്തരത്തിലുള്ള അന്വേഷണവുമായി സ്വാഭാവികമായും SFIOയ്ക്ക് മുന്നോട്ട് പോകാൻ കഴിയും. പ്രധാനപ്പെട്ട തെളിവുകൾ ശേഖരിച്ചുകൊണ്ട് തന്നെയായിരിക്കും അത്തരത്തിൽ അന്വേഷണ സംഘം മുന്നോട്ട് പോവുകയും ചെയ്യുക. അതോടൊപ്പം തന്നെ ഈ എക്സാലോജിക്കിൽ നിന്നുകൂടി വിവരങ്ങൾ തേടാനും അവർ ആവശ്യപ്പെടുന്ന രേഖകൾ എക്സാലോജിക്ക് ഹാജരാക്കാനും ബാധ്യസ്ഥരാണ് എന്ന കാര്യം തന്നെയാണ് കോടതി ചൂണ്ടിക്കാണിച്ചിരിക്കുന്നത്. കാരണം സേവനമില്ലാതെ 1,72,00,000 രൂപ നൽകിയതിലുള്ള വലിയൊരു ദുരൂഹത തന്നെയാണ് എക്സാലോജിക്ക് ചൂണ്ടിക്കാണിക്കുന്നത്. രാഷ്ട്രീയക്കാർക്ക് CMRL 135 കോടി രൂപ നൽകി എന്നും SFIO കണ്ടെത്തിയിട്ടുണ്ട്. CMRLന്റെ ചില സാമ്പത്തിക ഇടപാടുകൾ ദുരൂഹമാണ് എന്ന കാര്യം SFIO ചൂണ്ടിക്കാണിക്കുകയും ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ കേന്ദ്രീകരിച്ചുള്ള അന്വേഷണം പോകും. മാത്രമല്ല അറസ്റ്റ് ഉണ്ടാകില്ല എന്ന ഒരു ഉറപ്പ് കോടതിയിൽ SFIO നൽകുന്നുമില്ല. സ്വാഭാവികമായും പ്രധാനപ്പെട്ട ചില ആളുകളുടെ അറസ്റ്റിലേക്ക് തന്നെയായിരിക്കും ഇനിയുള്ള ദിവസങ്ങളിൽ അന്വേഷണ സംഘം നീങ്ങുക. ശരി, എക്സാലോജിക്കുമായി ബന്ധപ്പെട്ട വിശദ വിവരങ്ങളാണ്, ഈ ഹർജിയെ തുടർന്നുള്ള വിശദ വിവരങ്ങളാണ് ജിജീഷ് കരുണാകരൻ നൽകിയത്.